ഒരു പൊതുധാരയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സംഘടന തന്നെ വനിതകൾക്ക് അർഹമായ തലത്തിലേക്ക് സ്വാഭാവികമായി ഉയർന്നു വരാൻ കഴിയാത്ത സാമൂഹിക പശ്ചാത്തലം, സംഘടനാപരമായ പശ്ചാത്തലമുണ്ടെങ്കിൽ ആ പ്രതിസന്ധി മറികടന്നുകൊണ്ട് 20% വനിതകളെ നിർബന്ധമായും അതിൻ്റെ സംവരണത്തിൻ്റെ ഭാഗമായി തന്നെ ശാഖാതലം മുതൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് വളരെ സന്തോഷം നൽകുന്ന ചരിത്രപരമായ ഒരു തീരുമാനം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. സംസ്ഥാന കൗൺസിൽ യോഗമാണ് ഇപ്പോൾ ഈ തീരുമാനത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് സംഘടനയുടെ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന പ്രധാനപ്പെട്ട നടപടി കൂടി ഉണ്ടായിരിക്കുന്നു. മെയ് മാസം പുതിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങും. ഇതിന് പിന്നാലെ വരുന്ന കമ്മിറ്റികളിൽ വനിതാ സംവരണം നടപ്പാക്കും എന്നാണ് ഇപ്പോൾ യൂത്ത് ലീഗ് നേതൃത്വവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഹമ്മദ് ഷഹീദാണ് ആ വിവരങ്ങൾ നൽകിയത്. ഒപ്പം PK ഫിറോസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫാത്തിമ തെഹ്ലിയെയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഫിറോസിലേക്കാണ്. ഫിറോസ്, അഭിനന്ദനങ്ങൾ. ഇപ്പോൾ 20% ഉള്ളോ എന്നൊക്കെ വേണമെങ്കിൽ മറു ചോദ്യം ചോദിക്കാം, അങ്ങനെ ചോദിക്കുന്ന ആളുകളും ഉണ്ടാകും. പക്ഷേ ഇതിനെ ഞാൻ വളരെ പോസിറ്റീവായി തന്നെ കാണുകയാണ്. 20% എങ്കിലും ഭാരവാഹിത്വത്തിൽ വനിതകളെ കൊണ്ടുവരാൻ കഴിയുക എന്നത് ചരിത്രപരമായ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നോ? 2021 പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മഞ്ചേരിയിൽ ചേർന്ന സമയത്ത് പാർട്ടിയുടെ ഒരു നയരേഖ അവിടെ രൂപപ്പെടുത്തിയിരുന്നു. ആ നയരേഖക്കകത്ത് തന്നെ പാർട്ടി വളരെ കൃത്യമായി തീരുമാനമെടുത്തിരുന്നു 20% സംവരണം പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും, എല്ലാ പോഷക ഘടകങ്ങളിലും ഏർപ്പെടുത്തണമെന്നതിനെ സംബന്ധിച്ച്. അപ്പൊ അന്ന് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് പിന്നീട് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത് തീരുമാനം, അടുത്ത മെമ്പർഷിപ്പ് വരുന്ന സമയത്ത് ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ട് 20% സംവരണം എന്നുള്ളത് തീർച്ചയായും നടപ്പിലാക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അടുത്ത തീരുമാനം. അതിന്റെ ഭാഗമായി പാർട്ടിയുടെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ചേർന്നു. പാലക്കാട് അഹല്യ ക്യാമ്പിൽ വെച്ച് 2 ദിവസം ചേർന്നു. അവിടെ വെച്ച് അങ്ങനെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിനെ കരട് തയ്യാറാക്കി. ഇക്കഴിഞ്ഞ ദിവസം സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന് ആ ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം നൽകി. ഇനി മെയ് 1 മുതൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും യൂത്ത് ലീഗിന്റെ ഏറ്റവും പ്രാഥമിക ഘടകമായ യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെ 20% സംവരണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ശാഖാതലം, യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെ ഈ തീരുമാനം നടപ്പാക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഇതിനെ സ്വാഗതം ചെയ്യുന്നപ്പം ഏതെങ്കിലും പ്രതിബന്ധം ഉണ്ടായിരുന്നോ? അതോ പാർട്ടിയും ഒക്കെ ഒറ്റക്കെട്ടായി അങ്ങനെ ഒന്ന് കാലത്തിന്റെ ആവശ്യമാണ്, നമ്മൾ കുറെ കൂടി മുന്നോട്ട് വരേണ്ടതുണ്ട്, കുറെ കൂടി ഫോർവേഡായി ചിന്തിക്കേണ്ടതുണ്ട് എന്ന സ്വയം വിമർശനാത്മകമായി ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു? പ്രതിബന്ധമില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന അന്തരീക്ഷം രൂപപ്പെടുകയായിരുന്നോ? തീർച്ചയായിട്ടും എല്ലാവരും ഇതിനെ വളരെ നല്ല നിലയിൽ സ്വാഗതം ചെയ്യുകയാണ്. കാരണം യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് നേരത്തെ തന്നെ യുവതി യുവാക്കൾക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കാറുണ്ടായിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് യുവതികൾ ഭാരവാഹികളാവുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഏറ്റവും ഉചിതമായി എന്ന നിലക്കാണ് സംസ്ഥാന കൗൺസിലും സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റിയും ഒക്കെ അതിനെ കണ്ടിട്ടുള്ളത്. കാരണം ഒരുപാട് കഴിവുള്ള, പ്രത്യേകിച്ച് ഈ ലോക്കൽ ബോഡി സംവിധാനങ്ങളിലൊക്കെ 50% സംവരണം കൊടുത്ത സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് വളരെ പ്രഗത്ഭരായിട്ടുള്ള, വളരെ കഴിവുള്ള ഒരുപാട് ആളുകൾ ലീഡർഷിപ്പ് രംഗത്ത് ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. പ്രത്യേകിച്ച് യുവതികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നിലവിലുണ്ട്. അപ്പൊ അവരുടെ കഴിവ്, അവരുടെ മികവ്, ലീഡർഷിപ്പ് ക്വാളിറ്റി സംഘടനാ തലത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് സംഘടനയ്ക്ക് ഒരു മുതൽക്കൂട്ടാകും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എംപവർമെന്റ് ആണല്ലോ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ അതിന് ഏറ്റവും അത് ഉപകാരപ്പെടും എന്ന ഒരു നിലപാടാണ് യൂത്ത് ലീഗിന്റെ ചർച്ചകളിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത്. ശരി ഫിറോസ്, ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. തുടരുക ദയവായി. ശ്രീമതി ഫാത്തിമ തെഹ്ലിയ കൂടി നമുക്ക് ടെലിഫോൺ. ശ്രീമതി ഫാത്തിമ തെഹ്ലിയ, ഈ തീരുമാനത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നേരത്തെ MSF-ൽ വനിതകൾക്ക് പ്രാതിനിധ്യം ലഭിക്കാത്തതിനെതിരെയും മേൽക്കോയ്മയ്ക്ക് എതിരെയും ഒക്കെ ശക്തമായ ശബ്ദമൊക്കെ ഉയർന്ന് കേട്ടതും അത് പൊതുസമൂഹമാകെ ചർച്ച ചെയ്തതും വനിതകൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തതാണ് ഭൂരിപക്ഷം ആളുകളും. ആ ചർച്ചകളുടെയൊക്കെ തുടർച്ചയായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് യൂത്ത് ലീഗും എത്തുന്നത്. ഈ തീരുമാനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആകെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഉള്ളത്. ഇത് നിങ്ങൾ തന്നെ സൂചിപ്പിച്ച പോലെ കാലം ആവശ്യപ്പെടുന്ന ഒരു മാറ്റമാണ്. ആ മാറ്റത്തിന് ഞങ്ങളെ പാർട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇപ്പം ഇത്തരത്തിൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിനെ കുറിച്ചും അവരുടെ പ്രാതിനിധ്യത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിനകത്തും പുറത്തും ഉണ്ടല്ലോ. അവരിൽ എത്ര പേര് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കണം. പലപ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച്, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാതിനിധ്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പം എല്ലാവരും ലീഗിനെ കയറിയിട്ടാണ് ആദ്യം പറയാറുള്ളത്. നിങ്ങളിൽ എവിടെയാണ് സ്ത്രീകളുള്ളത്, നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക്
പിന്നെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നില്ല എന്നൊക്കെ അവർക്കൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് പാർട്ടി ഇത്തരത്തിലുള്ള ഒരു ശരിയാണ്, കൃത്യമായ മറുപടിയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിമർശകർക്ക് പോലും അംഗീകരിക്കേണ്ടി വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, മാതൃകാപരമായ തീരുമാനമാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗും അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന യൂത്ത് ലീഗിന്റെ ഭാഗമായി ഇപ്പോൾ 20% മിനിമം വനിതകളെ അതിൽ ഭാരവാഹികളെ ഉൾപ്പെടുത്തണം എന്ന തീരുമാനവും. ഇപ്പോൾ വനിതകൾ 20% എന്ന് പറയുമ്പോൾ ഇപ്പോൾ 100 ഭാരവാഹികൾ എടുത്താൽ അതിൽ 20 പേർ, 10 പേരെ എടുത്താൽ 2 പേർ, 5 പേരെ എടുത്താൽ ഒരു വനിത അവിടെ ഉണ്ട്. അവിടെയാണല്ലോ ഈ യൂണിറ്റ് കമ്മിറ്റികളിലേക്ക് വലിയ പ്രാധാന്യം വരുന്നത്. ഒരു വനിത എഴുന്നേറ്റ് നിന്ന് ഉറച്ചൊരു വിഷയത്തിൽ നിലപാട് പറഞ്ഞാൽ ഒരുപക്ഷെ 4 പേർക്ക് മറ്റൊരു ചിന്തയാണെങ്കിൽ ആ ചിന്ത മാറുകയും ആ വനിത പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കേണ്ടി വരികയും ചെയ്യുന്ന സാമൂഹിക പശ്ചാത്തലമാണല്ലോ മാറി വരുന്ന കാലം അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വനിതകൾ സംഘടനയുടെ ഭാഗമാകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ പുതിയ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടും എന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, തീർച്ചയായിട്ടും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് എല്ലാവരെയും തുല്യമായിട്ട് കണക്കാക്കുന്ന, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുന്ന, എല്ലാവർക്കും ഇവിടെ അവകാശബോധങ്ങൾ ഉണ്ട് എന്നും പരസ്പരം ബഹുമാനിക്കുന്ന ഒരു ചുറ്റുപാട്, അതിനെക്കുറിച്ചാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ സംഘടനകളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലാനുസൃതമായിട്ടുള്ള മാറ്റം എല്ലായിടത്തും വേണം. അവിടെ ജെൻഡർ എന്ന് പറയുന്നത്, ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന വാക്കുകളെ എങ്ങനെയൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാം എന്നുള്ളതായിരുന്നു പലപ്പോഴും ചർച്ചകളിലെ വിഷയം. അപ്പം അത്തരത്തില് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ് അത് റിസർവേഷനിലൂടെ സാധ്യമാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന പോലും റിസർവേഷൻ എന്ന് പറയുന്ന ഒരു ക്ലോസ് കൊണ്ടുവന്നത് എല്ലാവർക്കും അവരവരുടെ സ്ഥാനങ്ങള്, അവരവരുടേതായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അത് തന്നെയാണ് എന്റെ പാർട്ടിയും സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, റിസർവേഷൻ എന്ന് പറയുമ്പം അത് നിർബന്ധമായിട്ട് അവർക്ക് നൽകേണ്ട ഒരു കാര്യമാണ്. അതിനപ്പുറത്തുള്ള ആളുകൾ വന്നാൽ മെറിറ്റോറിയസ് ആയിട്ടുള്ള പ്രാതിനിധ്യം വീണ്ടും ഇതിൽ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. ശരിയാണ്, മെറിറ്റ് വളരെ പ്രധാനമാണ്. പക്ഷേ മെറിറ്റ് കുറവായത് കൊണ്ടല്ലോ വനിതകൾ ഇത്രയും കാലം മാറ്റി നിർത്തപ്പെട്ടത്. വനിതകൾക്ക് മെറിറ്റ് ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ പല മേഖലയിലും കൂടുതലാണ് എന്നവരുടെ ഭരണ പ്രാവീണ്യം കൊണ്ട്. നേരത്തെ പി കെ ഫിറോസ് തന്നെ പറഞ്ഞു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്ര മനോഹരമായാണ് ആ ചുമതലകൾ കൈകാര്യം ചെയ്യുന്നത്. പിൻസീറ്റ് ഡ്രൈവിംഗ് ആയിരിക്കും, ആണുങ്ങളായിരിക്കും നിയന്ത്രിക്കുക എന്നൊക്കെയായിരുന്നു ആദ്യഘട്ടങ്ങളിലെ ആക്ഷേപമെങ്കിൽ അങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ എത്ര മനോഹരമായാണ് പല തദ്ദേശ സ്ഥാപനങ്ങളിലെയും പ്രതിനിധികൾ പ്രവർത്തിക്കുന്നതെന്ന് പി കെ ഫിറോസ് ഉൾപ്പെടെ നേരത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ 20% എന്നൊരു മിനിമം സംഖ്യയാണ്. 20-അപ്പുറത്തേക്ക് അങ്ങനെ പോകാനുള്ള സാമൂഹ്യ പശ്ചാത്തലവും സംഘടനാപരമായ അടിത്തറയും ഒക്കെ രൂപപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ടോ യൂത്ത് ലീഗിലും ലീഗിലുമെല്ലാം? അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ റിസർവേഷൻ കൊണ്ടുവന്ന് അതിലൂടെ പലപ്പോഴും ആളുകൾ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ റിസർവേഷൻ കൊണ്ടുവന്നാൽ എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പൊ 20% റിസർവേഷൻ കൊടുത്തത് എങ്കിൽ ഞാൻ പറയുന്നു അതിലധികമുള്ള ആളുകൾ, അത്രയും കഴിവുള്ള പെർഫോം ചെയ്യുന്ന ആളുകൾ ഇതിലുണ്ട്. അവർക്കൊക്കെയുള്ള അവസരം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത്. നേരത്തെയും ഇങ്ങനെ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നൽകിയ റിസർവേഷനേക്കാളും കൂടുതൽ പലപ്പോഴും ജനറൽ സീറ്റുകളിൽ മത്സരിച്ച് പിന്നെ വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ആളുകളെ, സ്ത്രീകളെ ലീഗ് സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അടയാളപ്പെടുത്തേണ്ട കാര്യമാണ്. അപ്പം എപ്പോഴും ജെൻഡറിനെ കുറിച്ച് പറയുന്ന ചർച്ചകളിലൊക്കെ ലീഗിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിന് മറുപടി, കാലത്തിനനുസരിച്ച് മറുപടി കൊടുത്തിട്ടുള്ള ഒരു സംഘടന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഉറപ്പിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ, ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിൽ തന്നെ എത്തി നിൽക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അഭിമാനപൂർവ്വം തന്നെ പറയാം, ഞങ്ങളുടെ സംഘടന ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. മാത്രമല്ല എം കെ മുനീറൊക്കെ മന്ത്രിയായിരുന്നപ്പോൾ ജെൻഡർ വിഷയത്തിലൊക്കെ സ്വീകരിച്ച ചില നിലപാടുകളുണ്ടല്ലോ, അതൊന്നും കേരളീയ സമൂഹം അങ്ങനെ മറന്നു പോയിട്ടുമില്ല. അടച്ചാക്ഷേപിക്കുമ്പോൾ അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ആക്ഷേപിക്കുന്നവരുടെ മനസ്സിൽ ഉണ്ടാകണമെന്ന് മാത്രമേ അഭ്യർത്ഥിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരും ഒരേ അച്ചിൽ വാർക്കപ്പെട്ട നിലയിലുള്ള സംഘടനകളല്ലോ. അപ്പോൾ സ്വാഭാവികമായും ചില പരിമിതികളും ചില കരുത്തുമൊക്കെ പ്രത്യേകമായി ഓരോ സംഘടനകൾക്കും ഉണ്ടായി വന്നേക്കാം. എന്തായാലും ഇപ്പോഴത്തെ കാലപ്രതിസന്ധിയിൽ ഇങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട നിലപാട് എടുക്കാൻ യൂത്ത് ലീഗിന് കഴിഞ്ഞു എന്നത് വീണ്ടും അഭിനന്ദിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. നമുക്കൊപ്പം നജ്മ തബ്ഷീറ കൂടിയുണ്ട്. അതിന് മുൻപ് ഒന്ന് പി കെ ഫിറോസിലേക്ക് അല്പനേരമായി അദ്ദേഹം ഇരിക്കുകയാണ്. ശ്രീ പി കെ ഫിറോസ്, ഇപ്പോൾ സംസാരിച്ചത് അങ്ങ് കേട്ട് കാണുമല്ലോ. ഞങ്ങളുടെ സംഘടനയ്ക്ക് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ ആർജവമുണ്ട്. വിമർശിക്കപ്പെട്ട ഇടങ്ങളിൽ നിന്ന് തന്നെ നല്ലൊരു തീരുമാനം വരുമ്പോൾ കയ്യടിയും ലഭിക്കുന്നു. അതിൽ വലിയ സന്തോഷമില്ലേ? ശ്രീ പി കെ ഫിറോസ്.
ക്ഷമിക്കണം, പി കെ ഫിറോസിനെ ലഭ്യമാകുന്ന നജ്മ തബ്ഷീറ നമുക്കൊപ്പം ടെലിഫോണിൽ. ശ്രീമതി നജ്മ തബ്ഷീറ, നേരത്തെ പി കെ ഫിറോസ് സംസാരിക്കുകയായിരുന്നു. വലിയ അഭിമാനപൂർവ്വമാണ് ഇങ്ങനെ ഒന്ന് 20% വനിതകൾക്ക് സംവരണം ഏർപ്പെടുത്തുന്ന തീരുമാനത്തെ അദ്ദേഹം വിശദീകരിച്ചത്. അതിന് പിന്നാലെ ഞങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞ ഫാത്തിമ തെഹ്ലിയും പറഞ്ഞത് 20% എന്നൊരു നമ്പർ മാത്രമാണ്, അത്രയെങ്കിലും മിനിമം എന്നതാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ കപ്പാസിറ്റിയുള്ള, കേപ്പബിളായ, കഴിവുള്ള ആളുകൾ, വനിതകൾ ഞങ്ങളുടെ സംഘടനയിലുണ്ട്. ഇതിനപ്പുറം ആളുകൾ നേതൃത്വത്തിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുമാണ്. 20% എന്ന തീരുമാനത്തോട് താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി തന്നെയാണ് ആ പ്രഖ്യാപനത്തിനോടൊപ്പം നിൽക്കുന്നത്. കാരണം ഇത് കുറച്ചു കാലം മുമ്പ് അല്ലെങ്കിൽ കുറച്ചു കാലങ്ങളായി പാർട്ടിയിൽ ഉണ്ടായി വന്നിട്ടുള്ള മാറ്റത്തിന്റെ ഒരു അവസാനത്തെ പുറത്തേക്കുള്ള ഒരു പ്രതിഫലനം മാത്രമാണ്. ഇനി ഇപ്പം യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങുകയാണ്. ഞങ്ങളൊക്കെ ഇപ്പൊ അതിൽ നിലവിൽ അംഗങ്ങളാണ്. ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് തന്നെ യുവതികളെ പ്രത്യേകിച്ച് നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ ഒരുപാട് വിദ്യാസമ്പന്നരായ യുവതികളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള യുവതികളെ കൂടി കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പൊതുപ്രവർത്തനത്തിൽ പങ്കാളികളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നു. അത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അതിന്റെ ഭാഗമായി നിൽക്കുന്നത്. ഒരുപക്ഷെ യൂണിറ്റ് തലം മുതൽ തന്നെ 20% ഭാരവാഹിത്വത്തിൽ വനിതകൾ വേണം, നിർബന്ധമാണ് എന്ന തീരുമാനം വരുമ്പോൾ കൂടുതൽ ഫയർ ബ്രാൻഡ് ആളുകൾ വരിക ഒരുപക്ഷെ യൂണിറ്റ് തലത്തിലായിരിക്കും അല്ലേ? പുതിയ ആളുകൾ, പുതിയ ചിന്തകൾ, നവീനമായ ആശയങ്ങൾ, അവിടെ വനിതകളുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കും. പ്രത്യേകിച്ച് യൂണിറ്റ് തലത്തിലും മറ്റുമാകുമ്പോൾ അവരുടെ വാക്കുകൾക്ക് കൂടുതൽ ചർച്ചാവേദി ഒരുക്കപ്പെടുമെന്ന് കൂടി പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും. പൊതുവെ നമ്മൾ ഇക്കാലത്ത് പറയുന്ന വലിയൊരു ആശങ്കയാണ് യുവതി യുവാക്കളിലെ രാഷ്ട്രീയവാദം എന്ന് പറയുന്നത്. ഒരു EMI അടക്കുന്ന ജനറേഷൻ മാത്രമായി മാറുന്നു, അല്ലെങ്കിൽ അതിന് പുറകിൽ ഓടുകയും സാമൂഹികവും രാഷ്ട്രീയവുമായ കാര്യങ്ങളിൽ ഒരു താല്പര്യവുമില്ലാത്തവരായി മാറുന്നു എന്ന് പൊതുവെ ഈ കാലത്തെ യുവത ഒരു തരത്തിലുള്ള പഴി കേൾക്കേണ്ടി വരുന്നുണ്ട്. ആ കാലത്താണ് നമ്മൾ അഡ്രസ് ചെയ്യുന്ന യൂത്ത് എന്ന് പറയുന്നത് കുറെ കൂടി വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ കൂടി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെയും കൂടി ആകർഷിക്കാൻ ഉതകുന്ന നിർബന്ധിത സംവരണം പോലെയുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിനു മുൻപും ഞങ്ങളടക്കം നമ്മുടെ സുഹൃത്തുക്കളടക്കം യൂത്ത് ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ നിർബന്ധിത സംവരണം വരുമ്പോൾ അതിന്റെ മാനം മാറുകയാണ്. കുറച്ചുകൂടി ശരിയാണ്. ഇപ്പോൾ MSF-ൽ ഇപ്പോൾ ഹരിത എന്ന നിലയിലാണല്ലോ കേരളീയ സമൂഹമാകെ നിങ്ങളുടെയൊക്കെ പേര് ചർച്ച ചെയ്തത്. പ്രവർത്തിക്കാം സംഘടനയിൽ, പക്ഷെ അതൊരു മറ്റൊരു പേരിലാണ്, മറ്റൊരു ഫോറമാണ്. പൊതുധാരയിലെ ഫോറമാണോ എന്ന് ചോദിച്ചാൽ പേരിൽ വേണമെങ്കിൽ പൊതുധാരയാണ് എന്ന് പറയാമെങ്കിലും ഒരു മാറ്റി നിർത്തൽ, ഒരു പുരുഷന്റെ മാറ്റി നിർത്തൽ അവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ ഫാത്തിമ തെഹ്ലിയോടും അക്കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു. ഇപ്പോൾ MSF-ൽ വ്യത്യസ്തമായ സ്വരമുയർത്തി അതിന് കേരളീയ പൊതുസമൂഹത്തിന്റെ ഭൂരിപക്ഷത്തിനെയും പിന്തുണ ആർജിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിഞ്ഞതാണ്. അവിടെ നിന്ന് ഇവിടേക്ക് നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കലല്ല, അവിടെ നിന്ന് മുന്നിലേക്ക് നോക്കുമ്പോൾ, ഈ കാലം ഇങ്ങനെ കടന്നു പോകുമ്പോൾ, ഇങ്ങനെ ഒരു സുപ്രധാനമായ തീരുമാനം വരുമ്പോൾ ആ സമരത്തെയും ആ കാലത്തെയും അന്ന് ഒപ്പം നിന്ന ആളുകളെയും ഈ തീരുമാനത്തോട് ചേർത്ത് എങ്ങനെ പറയാൻ കഴിയും? തീർച്ചയായും. പക്ഷെ അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. മാറ്റി നിർത്തൽ എന്ന് പറയുന്ന എത്രത്തോളം ശരിയാണ് എന്നറിയില്ല. കാരണം അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ സംസാരിക്കുന്ന ഇതേ സംവരണ യുക്തിയാണ് MSF-ൽ ഹരിതയും യഥാർത്ഥത്തിൽ ആ സംവരണ യുക്തിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, കുറച്ചു കാലങ്ങളായിട്ട് അതിനും അപ്പുറത്തേക്ക് സംസ്ഥാന കമ്മിറ്റിയിലടക്കം പെൺകുട്ടികൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ പോലെ കുറെ കാലങ്ങളായി നടന്നു വരുന്ന പ്രവർത്തനങ്ങളുടെയും ആന്തരികമായ ചർച്ചകളുടെയും ഒക്കെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നത്. അതിൽ ഇതിലുള്ള എല്ലാ മനുഷ്യർക്കും വന്ന പോലെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ശരി, നന്ദി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ഏതായാലും യൂത്ത് ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുന്നു. 20% പോസ്റ്റുകളിൽ യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള കമ്മിറ്റികളിലെ പോസ്റ്റുകൾ, പദവികളിൽ 20% വനിതകൾ നിർബന്ധമായും വേണം എന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് എടുത്തത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.